ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PG വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം, ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ ഒരു പുതിയ സമ്പ്രദായം, അതായത് നമുക്ക് ഇസ്രായേലിലേക്ക് സാധാരണ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കും. ആ ഏജൻസി നമുക്കൊരു പ്രീ ഇൻ്റർവ്യൂ നടത്തും. ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് ആളുകൾ ഇപ്പോൾ നമുക്ക് വിളിക്കുമ്പോൾ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കെല്ലാവർക്കും ക്ലാസ് കിട്ടിയിട്ട് 6-8 മാസമായിട്ട് വെയിറ്റ് ചെയ്യണം. ക്ലാസ് കിട്ടി അവർ 8 മാസമായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ 5-6 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ പറയുകയാണ് പിന്നെ ഒരു പ്രീ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ ഓക്കെ ആയ മാത്രമാണ് നമുക്ക് ഇസ്രായേലിലേക്കുള്ള ബാക്കിയുള്ള പേപ്പർ വർക്ക് അവർ നടത്തുള്ളൂ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അത് വളരെയധികം വ്യത്യസ്തമായ രീതിയാണ്. കാരണം അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സിന് നമ്മളെല്ലാം പങ്കെടുപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇസ്രായേലിന് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോരാ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒരു 99% ഏജൻസികളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ അവർ പ്രീ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലാതിരിക്കാം. എന്നാൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണു, പേപ്പർ വർക്ക് നടത്തണു, എംബസി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണു, എംബസി മെഡിക്കൽ അറ്റൻഡ് ചെയ്യണു, ഇസ്രായേലിലേക്ക് കയറി പോകണം. ഈ ഒരു പ്രൊസീജിയർ അല്ലാതെ ഇതുപോലുള്ള പ്രൊസീജിയർ അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളെ ഒരുപാട് ആളുകളെ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊസീജിയറാണ്. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിന് മുടക്കിയ പേയ്മെന്റ് നമുക്ക് എക്സ്പെൻസ് ആയി കഴിഞ്ഞാൽ, ട്രാവലിംഗ് എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെലവ് വരും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജൻസികൾ തിരഞ്ഞെടുക്കുമ്പോൾ പല ആളുകളും പല വാഗ്ദാനങ്ങളും വെച്ചാണ് ഏജൻസികൾ പറയണേ. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, എന്തൊക്കെ എമൗണ്ട് കുറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ എമൗണ്ട് കുറച്ച് തരികയാണെങ്കിലും, മറ്റുള്ള ഹെൽപ്പ് പറയുകയാണെങ്കിൽ പോലും പോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് ഏജൻസികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായ ചാനലിലൂടെ പോകുന്ന ഏജൻസികൾ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസികൾ തിരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന വർക്ക്, നമ്മൾ കൺസൾട്ടിങ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ നമ്മുടെ തുടക്കം തൊട്ട് അവസാനം വരെ അവരെ ഫോളോ അപ്പ് ചെയ്യണ്ടേ, അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സംവിധാനം ചെയ്യണ്ടേ, അവർക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള സംവിധാനം ചെയ്യണ്ടേ, അവർക്ക് ഏത് സമയത്തും വിളിക്കാനും അവരുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 99% വളരെ സക്സസ് ആയാണ് കാര്യങ്ങൾ പോണേ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾക്കാരെ ഒരു ഏജൻസി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഏജൻസിനെ കൊണ്ട് ഒരു പ്രീ ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കും. ഈ പ്രീ ഇൻ്റർവ്യൂ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പ്രൊസീജിയറിലേക്കാണ് പോണേ. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, നമ്മുടെ പേപ്പർ വർക്ക് ചെയ്തു കൊടുത്താൽ നമ്മൾ നോർമലി ഒരു പേഷ്യൻ്റ് ആയിട്ട് വിസയായി കയറി പോവുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. പ്രീ ഇൻ്റർവ്യൂ കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പേപ്പർ വർക്ക് ചെയ്ത് വിസയാക്കി നേരെ ഇൻ്റർവ്യൂ കൊടുത്ത് കയറി പോകണം. എന്നാൽ ഇപ്പോൾ ഒട്ടനവധി ഞാൻ ആദ്യം പറഞ്ഞ പോലെ വന്ന എൻക്വയറികൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾക്ക് ക്ലാസ്സിന് വിളിക്കും, ക്ലാസ് കൊടുക്കും, എന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏജൻസികളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഏജൻസികളെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് നമ്മളിവിടെ കൺസൾട്ടിംഗ് ആണ്. 1 രൂപ പോലും നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് ഇല്ല. നിങ്ങൾ ഏജൻസിക്ക് എത്ര രൂപയാണോ കൊടുക്കേണ്ടത്, ഏജൻസിക്ക് ഡയറക്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായ കൺസൾട്ടിങ്, തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ, തുടക്കത്തിലുള്ള ക്ലാസിന്റെ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ബോംബെയിൽ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ബോംബെ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. നിങ്ങളെ കൃത്യമായി പഠിപ്പിക്കും. അത് ഒരു ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇന്റർവ്യൂവിൽ എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും വരുന്നത്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കറക്റ്റ് ആണോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ഞങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങളെ സമീപിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഇസ്രായേലിൽ പോകുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നമുക്ക് ചെയ്യുന്നതിന് കഴിയും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 100% സത്യസന്ധമായിട്ട് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള ഏജൻസികളിൽ പോകുന്നവർക്ക് പോകാം, അതിനൊന്നും യാതൊരു വിരോധമില്ല. പക്ഷെ പല കാര്യങ്ങളും, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. കാരണം ഒട്ടനവധി ആളുകളുടെ ഫോൺ കോളുകൾ വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പൊ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തതിന്റെ കാരണം.
നമ്മുടെ സർവീസുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേലിലെ കെയർ ഗീവർ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കാം, നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടാം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏജൻസി പോയ ആളുകളാണോ, അവിടെ മറ്റുള്ള ഏജൻസികളിൽ ക്ലാസ് കഴിഞ്ഞ് പോകാനിരിക്കുന്നവരാണോ, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് പാകമാക്കുന്നതിന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടാം, നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ്സാവുന്നതിനുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നതിന് ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യങ്ങൾക്കും നമ്മളെ വിളിക്കാം. PG വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനൽ ഇത്തരം കാര്യങ്ങൾ ഇത്ര നാളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.